ഹലോ മച്ചവരെ, എല്ലാവർക്കും മോട്ടോ ജിയോട്ടിന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് ആണ്. ഇത് ഫോൺ വരുന്നത് ടെക്നോ പോവ 7 Pro 5G എന്നുള്ള ഫോണാണ്. ഇത് നമ്മൾ ലോഞ്ചിട്ട് അന്ന് മേടിച്ചതാണ്. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക്. അപ്പോൾ ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇതിന്റെ സ്പെക്കിൽ നിന്ന് കിടക്കാം. ഇതിന്റെ പ്രൊസസ്സർ വരുന്നത് ഡയമൻസിറ്റി 7300 അൾട്ടിമേറ്റ് എന്ന പ്രൊസസ്സറാണ്. ആൻഡ് US സ്റ്റോറേജ് വരുന്നത് 2.2 ആണ്. ആൻഡ് റാം ടൈപ്പ് ഐ തിങ്ക് NVIDIA 4X or 5 സംതിങ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 1.5K റെസൊല്യൂഷൻ ഉള്ള 144 Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു 13 മെഗാ പിക്സൽ സെൽഫി ഷൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റിയർ ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ ഒരു 64 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ എന്നുള്ള ഇതാണ്. ആ 8 മെഗാ പിക്സൽ ഐ തിങ്ക് വൈഡ് ആംഗിൾ ആണ് തോന്നുന്നത്. 64 മെഗാ പിക്സൽ മെയിൻ സെൻസറാണ് നമുക്ക് വരുന്നത്. IMX 682 ആണ് സെൻസർ വരുന്നത്. ഫോട്ടോ സാമ്പിൾസ് ഒക്കെ നമ്മൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 45 വാട്ട് വയർഡ് ചാർജിങ്ങും 30 വാട്ട് വയർലെസ് ചാർജിങ്ങും ഉണ്ട്. ഈ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള TPU കേസാണ്, അതൊക്കെ കാണിച്ചു തരാം. ആൻഡ് 6000 mAh ഒരു ഹ്യൂജ് ബാറ്ററിയാണ് വരുന്നത്. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. ബാറ്ററി ലൈഫും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരിക്കും. പിന്നെ NFC സപ്പോർട്ട് ഉണ്ട് ഇതിൽ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ് എന്നാണ് പറയുന്നത്. ഡോൾബി ഉണ്ട്. അത് ഇയർഫോണിന് മാത്രമാണ്, അല്ല സ്പീക്കറിൽ അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ IP64 റേറ്റഡ് ആണ്. അപ്പം ചെറിയ ചെറിയ സ്പ്ലാഷ് ഒക്കെ ആയാലും കുഴപ്പം. 64 എന്ന് പറയുമ്പോൾ സ്പ്ലാഷ് പ്രൂഫ് എന്ന് പറയാം. ഇതിന്റെ വാട്ടർ ടെസ്റ്റും കഴിഞ്ഞു, ഡ്രോപ്പ് ടെസ്റ്റും കഴിഞ്ഞു. കാരണം ഇതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 2 വട്ടം വാട്ടർ ടെസ്റ്റ് കഴിഞ്ഞ ഫോണാണ്. സ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, ഫൈൻ വർക്കിംഗ് ആണ്. അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ AI എന്ന് പറയുന്നുണ്ട്, അതിലോട്ട് ഞാൻ വരാം. പിന്നെ നോൺ നെറ്റ്വർക്ക് കോളിംഗ് എന്നാണ് ഈ ഫോണിനെ ഇവർ ഭയങ്കരമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്തയിടത്ത് ഒരു 500 മീറ്റർ റേഡിയസിൽ ടെക്നോ ടു ടെക്നോ അല്ലെങ്കിൽ ടെക്നോ ടു ഇൻഫിനിക്സ് ഫോണുകളിലേക്ക്, ഈ ഫീച്ചറുള്ള ഫോണുകളിലേക്ക് നമുക്ക് ഇത് നമ്മുടെ സിം കാർഡിൻ്റെ സഹായം ഇല്ലാതെ, നമുക്ക് സിഗ്നലിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്ത് നത്തിങ്ങിനൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് കാര്യങ്ങളൊക്കെ കൊള്ളാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഫോണിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ബോക്സ് കണ്ടൻസ് നോക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ ബോക്സ് കണ്ടൻസ് വരുന്നത്. ഇതിന്റെ അകത്ത് ലൈസൻസിന്റെ ബൈക്ക് വെൽക്കം എന്നൊരു കാർഡ് ഉണ്ട്. പിന്നെ നമുക്ക് 12 months ഒരു വാറണ്ടി ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ ബുക്ക് പേപ്പറൊക്കെ ആ സംഭവം അത് തന്നെ, വാറണ്ടി കാർഡും യൂസർ മാനുവൽ അതൊക്കെ. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു സിം ഇജക്ടർ വരുന്നുണ്ട്. അത് നല്ല രസമുണ്ട്. ഒരു ട്രാൻസ്ലൂസൻറ്റ് ഫ്രോസൺ സ്റ്റോറി, നമ്മുടെ ഈ മറ്റേ ഇത് ഐസൊക്കെ കയറുമ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഗ്ലിഫ് ലൈറ്റിങ്. ഫോണിലോട്ട് നമുക്ക് വരാം. പിന്നെ ഇതാണ് നമ്മുടെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന കേസ്. ഇതിന് ഇപ്പോഴും ഒരു യെല്ലോ ടോൺ ആയിട്ടുണ്ട്. 1 week ആയതേ ഉള്ളൂ ഈ ഫോൺ വന്നിട്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങിലായിരുന്നു. നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് ബോക്സ്, അത് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഫോണിലോട്ട് വരാം. ഫോൺ നമുക്ക് ആദ്യം ബാക്കിൽ നിന്ന് തുടങ്ങാം. ബാക്കിൽ ഈ ഗ്ലിഫ് ഇൻ്റർഫേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടോ നിങ്ങളൊന്ന് കണ്ടിട്ടോ. അപ്പോൾ ആ ലൈറ്റിംഗ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, അതിന് കുറച്ച് യൂസസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയറിലോട്ട് വരുമ്പോൾ വരാം. ഇതിവിടെ NFC സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഡിസൈൻഡ് ബൈ ടെക്നോ, പിന്നെ അവരുടെ പോവ എന്നുള്ള സീരീസ്. ഒരു കണ്ടോ, ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബാക്കാണ്. ഇത് നല്ല രസമുണ്ട് അത്. പിന്നെ ബോഡി ഫുള്ള് പോളികാർബണേറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഐ തിങ്ക് 212 കണ്ടത്. ഇത്ര ഹ്യൂജ് ബാറ്ററി ആയിട്ടും 6000 mAh ഒരു ബാറ്ററി എന്നുള്ളൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേഷൻ. പിന്നെ ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ്, പിന്നെ 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ,
8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്. ഇത് ഡമ്മിയാണ്, ഇതിലൊരു കാര്യമില്ല. പിന്നെ പവർ ബട്ടൺ സ്വിച്ചിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓറഞ്ച് ആക്സെൻ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു എന്താ പറയുക വെറൈറ്റി ഒരു വൈബ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിച്ചസിൻ്റെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ ഒരു ഇൻ ഡിസ്പ്ലേ ആണ് ഫിംഗർ പ്രിന്റ് സ്പീഡൊക്കെ അത്യാവശ്യം നൈസാണ്. ആ ഡബിൾ ടച്ചിൻ്റെ ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഞാൻ ഇത് പണിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതുള്ളത്. പിന്നെ ഫേസ് അൺലോക്ക് ഉണ്ട്, ഫേസ് അൺലോക്കും ഫാസ്റ്റ് ആണ്. അത്ര സ്പീഡിലാണ് ഫേസ് അൺലോക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗെയിമിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഗെയിമിങ്ങിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് അടക്കമുള്ള ഒരു വിഷ്വൽ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലൈവും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല, കമ്പാരിറ്റീവ്ലി ഈ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. ബട്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലൊന്നും നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇനി ഫസ്റ്റിൽ തന്നെ ഇതിൻ്റെ ലൈറ്റ് ആ ഗ്ലിഫ് ഇൻ്റർഫേസിലോട്ട് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ശബ്ദത്തിനനുസരിച്ച് ഇത് ബിഹേവ് ചെയ്യും. കണ്ടോ, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇത് ബിഹേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ലൈറ്റ് എഫക്ട്സ്, വിഡ്ജസ്, അതിൻ്റെ വിഡ്ജറ്റ് നമുക്ക് ഹോം സ്ക്രീനിൽ ഇപ്പോൾ കണ്ടാണെങ്കിൽ അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, അത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈറ്റ് എഫക്റ്റിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. നോട്ടിഫിക്കേഷനുള്ള സൗണ്ടും കാര്യങ്ങളും ഓരോന്നിനും ഓരോ തീമാണ്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഈ തീമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആനിമേഷൻ ഇവിടെ പ്രിവ്യൂ കാണിക്കും. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. കുറച്ച് ഫങ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് പിടിച്ചേക്കുന്നത്. പിന്നെ വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിംഗ് ട്യൂൺ പരിപാടികളാണ്. അതിലോട്ട് വരുവാണെങ്കിൽ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തൊക്കെ റിംഗ് ട്യൂൺ ഇതാണ്. അതുപോലെ പലതും ഉണ്ട്. എല്ലാത്തിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാം. അത് തന്നെയായിരിക്കും. നല്ല ഹാപ്റ്റിക്സ് ഉണ്ട്. ആ ഒരു വൈബ്രേഷൻ മോട്ടർ നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ SIM 1 SIM 2 അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. 5G ആണ്. 5G നല്ല കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റിയിലോട്ടൊക്കെ നമുക്ക് വരാം. പിന്നെ നമുക്ക് ഇവിടെ എന്ത് ടൈമറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൗണ്ട് ഡൗൺ 15 മിനിറ്റ് വരെ ആണെങ്കിൽ നമുക്കിതിൽ കാണിക്കും. 15 മിനിറ്റിന് മേപ്പോട്ട് പോകുമ്പോൾ ഇത് ഇൻഡിക്കേഷൻ ചെയ്യില്ല. 15 മിനിറ്റ് വരെയുള്ള കൗണ്ട് ഡൗൺ നമുക്ക് ഈ ലൈറ്റിലൂടെ തന്നെ അറിയാൻ പറ്റും. ഈ ലൈറ്റ് ഇങ്ങനെ ഇത് മൂവായി ഡൗൺ ആയി വരും. പിന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിടണം. അതായത് ഗെയിമിംഗ് വൈബ് കൊടുക്കുക, നമ്മൾ ഗെയിം കളിക്കുക എന്നുള്ളൊരു ഷോ കാണിക്കണമെങ്കിൽ എന്ന് പറയാം. പിന്നെ ചാർജിങ് ആനിമേഷൻ ഉണ്ട്. ചാർജ് എത്ര വരെ ആയി എന്ന് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ലോ ബാറ്ററി റിമൈൻഡർ അതങ്ങനെ ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ വോളിയം അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ബിഹേവ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫുൾ വോളിയം ആക്കുമ്പോൾ അത് ഫിനിഷ് ആയെന്നുള്ള അവിടെ ഇൻഡിക്കേഷൻ ചെയ്യും. അതുപോലെയാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ അത് ഫുള്ള് തീർന്നു പോവുകയും ചെയ്യും. പിന്നെ സ്റ്റാർട്ടപ്പ് അത് എപ്പോഴും ഓണായി കിടക്കുന്നതിനെ പറ്റിയുള്ളതാണ്. അപ്പം അത്രയൊക്കെയാണ് ഈ ഗ്ലിഫ് ഇന്റർഫേസിന്റെ കാര്യം. പിന്നെ ഇതിന്റെ UI വരികയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബട്ടറി സ്മൂത്ത് എന്നൊക്കെ പറയാം. അടിപൊളിയാണ് ഈ UI. ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പോക്കോയാണ്. ഹൈപ്പർ OSൽ നിന്ന് ഇതിലോട്ടുള്ള ജമ്പ് വളരെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ആനിമേഷൻസ് ആണ്. നമുക്കങ്ങനെ ലാഗോ ഷട്ടേഴ്സോ മെയിനായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ള ഷട്ടേഴ്സ് ഒക്കെ അവിടെ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ ഇത് വളരെ മികച്ച ഒരു എന്താ പറയുക ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ UI ആയാലും വളരെ മികച്ച. ഇപ്പൊ ബേസിക് ആയിട്ട് ഒരാൾക്ക് ഒരു ഫോൺ ആവശ്യമുണ്ട്. അതായത് അയാൾക്ക് നല്ലൊരു ഫോൺ വേണം, ഒരുപാട് പൈസ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈസിലി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വാല്യൂയിലേക്ക് ഇപ്പോൾ ടെക്നോ നമുക്ക് ഒരു ഫോൺ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റോറേജ് വേരിയന്റ് എന്ന് പറയുന്നത് 8GB 256 ആണ്. LPDDR5 അതിനെ പറ്റി ഒരു ക്ലാരിറ്റി എനിക്കില്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് UFS 2.2 ആണ്. പിന്നെ എന്താ പറയുക നമ്മുടെ കമ്പാരിറ്റീവ്ലി UFS 3.1 തരായിരുന്നു. ബട്ട് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്പീഡും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ OTG സപ്പോർട്ട് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ബട്ട് OTGയിൽ USB 3.0 ഉള്ള കാര്യങ്ങൾ ഇതിലോട്ട് എടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ PC കണക്ഷനൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് OTG ഇത് പ്രോപ്പർ സപ്പോർട്ട് ചെയ്യാമല്ല. അതായത് എല്ലാത്തരം പെൻഡ്രൈവ് ഇതിൽ എടുക്കുന്നില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അല്ലാതെ എനിക്ക് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആപ്പ് ക്ലോസിങ് ആനിമേഷൻ ആയാലും ഓപ്പണിംഗ് ടൈം ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രൊസസ്സർ അതിന് ക്യാപ്പബിളും ആണ്.
നല്ല രീതിയിൽ അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ AI ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എല്ലാ എന്നൊരു AI അവരുടെ സ്വന്തം AI ആണ് എന്തിരിക്കുന്നത്. ഇവർ അസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനെ പ്രൈമറി ആയിട്ട് ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്ത് അത് വായിച്ച് സമ്മറൈസ് ചെയ്ത് തരാൻ പറയാം. പിന്നെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഇട്ട് കൊടുത്ത് നമുക്ക് മറ്റേ ChatGPTയിൽ ഇപ്പോൾ ഒരുപാട് പരിപാടി AIGC പോർട്രേറ്റ് ഒക്കെ പോലുള്ള പരിപാടികൾ ചെയ്യാം. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇമേജ് ടു ഡോക്യുമെൻ്റ് ആക്കാം. പ്രോബ്ലം സോൾവിങ് നമുക്ക് എന്താ പറയുക, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ മാത്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷനൊക്കെ വേണമെങ്കിൽ അവർക്ക് ഇത് ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് അങ്ങനെ ചോദിക്കാം. പിന്നെ AI ഇമേജ് ജനറേറ്റർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ് ഇതിനേക്കാളും എഫിഷ്യൻറ്റ്. ജെമിനി പറയേണ്ട, അത് അടിപൊളിയാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ് ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ബെറ്റർ. ഇത് ഞാൻ യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് വരാം. സെറ്റിങ്സിലോട്ട് വരുമ്പം AI ഫീച്ചേഴ്സിൻ്റെ ഒരു കളിയാണ് ഇതിൻ്റെ അകത്ത്. ടെക്നോ AI എന്ന് ഒരു ഇതുണ്ട്, അവിടെ നമുക്ക് വരാം. എല്ലാ വോയിസ്, അതാണ് എല്ലാ വോയിസ് അസിസ്റ്റൻറ്റ്, എല്ലാ സ്മാർട്ട് ടച്ച്. അത് നമ്മൾ ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സിനേറിയോ നിൽക്കണം, നമുക്ക് അവിടുത്തെ ടെക്സ്റ്റൊക്കെ കോപ്പി ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മുടെ ഈ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു സെലക്ട് ചെയ്യാനുള്ളൊരു ബാർ. ഇത് നമ്മൾ സെറ്റിങ്സിലായതുകൊണ്ടാണ് വരാതെ, നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. വെയിറ്റ്, ഇവിടെ നമുക്ക് ഈ ടെക്സ്റ്റ് എല്ലാം കോപ്പി ചെയ്തെടുക്കണം. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത സിനാറിയോ ആണെങ്കിൽ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇതിനെ ഉള്ള അത്ര അനലൈസ് ചെയ്യും. നമുക്ക് അവിടെ നിന്ന് ഇത് നമ്മുടെ ഇഷ്ടാനുസരണം കോപ്പി ചെയ്തെടുക്കാം. കണ്ടോ, അതാണ് ആ എല്ലാ ടെക്സ്റ്റിൻ്റെ അസിസ്റ്റ്. അത് പിന്നെ എല്ലാ കോൾ അസിസ്റ്റ്. നമുക്ക് കോൾ വരുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ കോൾ എടുക്കാൻ പറ്റും, ഇങ്ങനെ കാണിച്ചാൽ കോൾ കട്ടാക്കാൻ പറ്റും. അതൊരു 20 സെൻറ്റിമീറ്റർ, ക്യാമറയിൽ നിന്ന് ഒരു 20 സെൻറ്റിമീറ്റർ മാറി വേണം ചെയ്യാൻ. പിന്നെ AI ട്രാൻസ്ലേഷൻ, നമുക്ക് വാട്സപ്പ് കോൾ ആയിക്കോട്ടെ, സാധാ നമ്മുടെ ലോക്കൽ കോൾ ആയിക്കോട്ടെ, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും കോള്, പിന്നെ സമ്മറൈസ് ചെയ്ത് തരും. അങ്ങനെ കോളിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സോഷ്യൽ അസിസ്റ്റൻസ്, അതിപ്പോൾ എന്താ പറയുന്നത്, അതാണ് ഈ പറയുന്ന പോലെ തന്നെ പ്രൊവൈഡ് AI ഫീച്ചേഴ്സ് സച്ച് ആസ് ബൈ ഡയറക്ഷണൽ ട്രാൻസ്ലേറ്റർ ആൻഡ് കോൾ സമ്മറൈസേഷൻ ഇൻ സോഷ്യൽ സിനാരിയോസ്. പിന്നെ ഡോക്യുമെന്റ് അസിസ്റ്റ്, ഓട്ടോമാറ്റിക്കലി അനലൈസ് ആൻഡ് എക്സ്ട്രാക്ട് കീ ഇൻഫർമേഷൻ ഫ്രം ഡോക്യുമെന്റ്സ് ടു ജനറേറ്റ് സമ്മറൈസസ്. ഞാൻ നേരത്തെ പറഞ്ഞ PDF ഒക്കെ ഇട്ട് കൊടുത്ത് സമ്മറൈസ് ചെയ്ത് തരുന്ന പരിപാടി. പിന്നെ റൈറ്റിംഗ് അസിസ്റ്റന്റ്, നമുക്കിപ്പോൾ ഒരു ലെറ്റർ എഴുതണം അല്ലെങ്കിൽ ഒരു ഇമെയിൽ എഴുതണം, നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിനെ ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് AI വെച്ച് ഇതിനെ എന്താ പറയുക, ഒന്നുകൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലോട്ട് AI നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് തരും. പിന്നെ AI നോട്ട്, കൺവേർട്ട് സ്കെച്ചസ് ഇൻറ്റു, അത് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് നല്ല ഇവിടെ ഒരു പടം വരയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു പടം വരയ്ക്കുന്നു ബേസിക്കായിട്ട്. അത് അവർ ജനറേറ്റ് ചെയ്ത് നല്ലൊരു ഇമേജ് ആക്കി തരും. ആ റിസൾട്ട് ആക്യുറേറ്റ് ഒന്നുമല്ല, ബട്ട് ഇതിലുണ്ട്. സാംസങ്ങിൻ്റെ AI ആണ് ഇപ്പോൾ നിലവിൽ ഫോണുകളിലുള്ളത് ബെസ്റ്റായിട്ട് എനിക്കിപ്പോഴും പറയാനുള്ളത്. ബട്ട് ഇതിൻ്റെ AIക്കകത്ത് ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, അതെന്താണെന്ന് അവരത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് തരും. നമുക്കത് പിന്നെയും ജനറേറ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. പിന്നെ അതിൻ്റെ സ്റ്റൈല് മാറ്റാം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ അവിടെയും ഒരു AIയുടെ ഒരു പരിപാടിയുണ്ട്. ഇപ്പം നമ്മുടെ വിവോയുടെ X200 FEയിൽ വന്ന കണക്ക് മറ്റേ ഓട്ടം സീസൺ, വിൻ്റർ സീസൺ, ആ പരിപാടിയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇൻ്റഗ്രേഷൻ വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. വിവോയുടെ അത്രയും സ്മൂത്തായിട്ടല്ല. പിന്നെ റെക്കോർഡിങ് സമ്മറി, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ അയച്ച വോയിസ് ആയാലും അതിനെയൊക്കെ സമ്മറൈസ് ചെയ്ത് തരുന്നൊരു പരിപാടിയാണ്. ടെക്സ്റ്റ് ആക്കി നമുക്ക് ബ്രീഫാക്കി തരും. പിന്നെ AI സബ് ടൈറ്റിൽസ്, നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മളൊരു വീഡിയോ കാണുകയാണ്, അതിൻ്റെ യൂട്യൂബിലെ ക്യാപ്ഷൻസ് ഒക്കെ പോലെ തന്നെ ഇത് AI വെച്ച് നമുക്ക് അതിൻ്റെ സബ് ടൈറ്റിൽസ് ചെയ്ത് തരും. പിന്നെ AI വാൾപേപ്പർ ജനറേറ്റർ, അത് ഈ പറഞ്ഞ പോലെ ഇമേജ് ജനറേഷൻ പോലെ തന്നെ വാൾപേപ്പർ നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യാം. പിന്നെ AI ഗാലറി, AI കട്ടൗട്ട്, നമ്മളെ ആപ്പിളിലും ഹൈപ്പർവൈസിലൊക്കെ ഉള്ള കണക്ക് തന്നെ നമ്മൾ ആളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അതിലൊരു കട്ടൗട്ട് വരും. നമുക്കത് കോപ്പി ചെയ്ത് വാട്സപ്പ്, ടെലഗ്രാം എന്തിലായിട്ടായാലും ഷെയർ ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം. അതൊരു PNG ഒക്കെ പോലെ. പിന്നെ സർക്കിൾ സെർച്ച്, അത് നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ സർക്കിൾ സെറ്റിങ്സിലായതുകൊണ്ടാണ് വന്നായിരുന്നു. സർക്കിൾ ടു സെർച്ച്,
സർക്കിളിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന AI-കളെല്ലാം ഇതിലുണ്ട്. അതായത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള AI ആണ് ഇവർ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അധികം പൈസ മുടക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇന്റഗ്രേഷൻ ആയാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യാം എന്നുള്ളതാണ് ഒരു വേറൊരു കാര്യം. നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ ഇല്ല, ഒന്നുമില്ല. ChatGPT പോലെ നമുക്ക് യൂസ് ചെയ്യാം. പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് നമ്മുടെ ആ പോർട്രേറ്റ്സോ കാര്യങ്ങളോ എന്താണെന്നുള്ളത് നമുക്ക് ചെയ്യാം. പിന്നെ മോറിലോട്ട് വരികയാണെങ്കിൽ പിന്നെ AI സജഷൻസ് അതൊക്കെ ഓഫ് ചെയ്തിട്ടേക്കാൻ എനിക്ക് അത്ര നോട്ടിഫിക്കേഷൻ്റെ ആളല്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ സ്മാർട്ട് ആക്സിലറേറ്റർ, അത് നമ്മുടെ ഡെയിലി യൂസസ് അനുസരിച്ച് ഫോണ് നമുക്ക് ആപ്പുകൾ സജസ്റ്റ് ചെയ്യും കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണിത്. ടെക്നോ AI-ൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. കണക്ടിവിറ്റിയുടെ കാര്യത്തിലൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് 5G ബാൻഡുകളുണ്ട്. ഐ തിങ്ക് 16 സംതിങ് 5G ബാൻഡ്സ് ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സകല സൈഡിലും സിഗ്നൽ പിടിക്കാൻ വേണ്ടിയുള്ള ആൻറ്റിനാസ് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഔട്ട്സൈഡ് പോകുമ്പം സിഗ്നൽ ബൂസ്റ്റർ ഉണ്ട്. ബട്ട് എൻ്റെ യൂസ് ഞാൻ പറയുകയാണ്, പോക്കോയിൽ നിന്ന് പോക്കോ 5G ആണ് ഞാൻ യൂസ് ചെയ്തത്. പോക്കോ F4 5G നമ്മുടെ ചാനലിൽ അതിൻ്റെ റിവ്യൂ ഉണ്ട്, വേണ്ടവർക്ക് കാണാം. അതിൽ നിന്ന് ഞാൻ ഇതിലോട്ട് വരുമ്പോൾ എനിക്ക് കണക്ഷൻ ലോസ് തീരെ കുറവാണ്. ഞാൻ ട്രെയിനിൽ ഡെയിലി പോയി വരുന്ന ഒരാളാണ്. എനിക്ക് ട്രെയിനിൽ പലയിടങ്ങളിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സിഗ്നൽ കട്ടാവുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്തത് കമ്പാരിറ്റീവ്ലി കുറവാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് തീരെ റേഞ്ച് ഇല്ലാത്ത ഇടം പോക്കോയിൽ എനിക്ക് കാണിച്ചെടുത്ത് പോലും ഇവിടെ എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഒറിജിനൽ തന്നെയാണ്. പിന്നെ ഇതാണ് ഞാൻ പറയുന്നത് നേരത്തെ ആ ഫ്രീ ലിങ്ക്, നമ്മുടെ ബ്ലൂടൂത്ത് കോളിംഗ്, ടെക്നോ ഇൻഫിനിക്സ് ഒക്കെ. പിന്നെ നമ്മുടെ ഡേറ്റ യൂസേജ് എത്ര, നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ, അത് ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി. ബാറ്ററി ബാക്കപ്പ് ബാറ്ററി സേവർ ഓൺ ആക്കിയില്ലെങ്കിലും 1 ഡേ നിങ്ങൾക്ക് കിട്ടും. ഒരു അത്യാവശ്യം ഗെയിം ഒരു 1 hour 1.5 hour ഗെയിമിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾ പോയാലും 1 ഡേ ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഒരു യൂസിൽ ഞാൻ 8 AM തൊട്ട് വൈകുന്നേരം ഒരു 9 PM വരെ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബാറ്ററി കിട്ടി. 9 PM ഞാൻ ഈ ഫോണിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് 12% സംതിങ് ലെഫ്റ്റ് ഉണ്ട്. അത്ര കിടിലൻ ബാറ്ററിയാണ് എനിക്ക് ഇത് കിട്ടിയത്, ബാറ്ററി ബാക്കപ്പ്. പിന്നെ കോൾ സെറ്റിങ്സ്, SMS സെറ്റിങ്സ്, അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വാൾപേപ്പറും കസ്റ്റമൈസേഷനും ഒക്കെയാണ്. ഇവരുടെ ഡിഫോൾട്ട് ആനിമേഷൻ ലൈവ് വാൾപേപ്പറാണ്. അത് നമ്മൾ ലോക്ക് ആക്കുമ്പോഴും ഓൺ ആക്കുമ്പോഴും അതിനൊരു ആനിമേഷൻ ഉണ്ട്, അത് നൈസായിരുന്നു. അത് ഓഫ് ചെയ്ത് എൻ്റെ പേഴ്സണൽ ഫോൺ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫൈലിലോട്ട് ആഡ് ചെയ്തു. പിന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ആൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ അത് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. നമുക്കത് നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം, എത്ര നേരം വേണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ള സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ലൈറ്റ് തീം ഉണ്ട്, ഡാർക്ക് തീമാണ്. ഞാൻ ഡാർക്ക് തീമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഡാർക്ക് തീം ലൈറ്റ് തീം ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും, എപ്പോഴാണ് അത് വരേണ്ടതെന്നുള്ള നമ്മുടെ ഇഷ്ടാനുസരണം. പിന്നെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്, നമുക്ക് എന്താ പറയുന്നത്, സിറ്റുവേഷൻസ് അനുസരിച്ച് ബ്രൈറ്റ്നസ് മാറുന്നത്. ഐ കെയർ മോഡുണ്ട്, അത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാണ് 9 PM അത് ഐ കെയർ മോഡ് ഓൺ ആവുന്നത്. പിന്നെ കളർ സ്റ്റൈൽ, ബ്രൈറ്റ് കളേഴ്സ്, ഒറിജിനൽ കളർ, പിന്നെ ടെമ്പറേച്ചർ, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഒറിജിനൽ കളറാണ് പ്രിഫർ ചെയ്യുന്നത്. എന്തിനാണ് വെറുതെ നമുക്ക് ഒറിജിനൽ കണ്ടന്റ് കണ്ടപ്പോൾ. പിന്നെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ്, അത് ഞാൻ ഓട്ടോ സ്വിച്ചിലാണ് വെച്ചേക്കുന്നത്. അതായത് വേണ്ടുന്ന സിനേറിയോസിൽ ഹൈ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിലോട്ട് അത് തന്നെ സ്വിച്ച് ചെയ്തോളൂ. ഇതെല്ലാം ഒന്നെയാണ്. നമുക്ക് എല്ലാം അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗൂഗിളൊക്കെ പോലെ ഹായ് അല്ല ആവശ്യമുള്ള വരുത്തില്ല, എന്തിനു നല്ല അതിനങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. നമ്മൾ പറയുന്ന എന്താ പറയുന്നത് ആ ഒരു ഇതുണ്ടല്ലോ, ഗൂഗിൾ അസിസ്റ്റന്റ് പോലെ നമ്മൾ അത്രയും കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തില്ല. നമ്മൾ ചില ഒരു മോഡുലേഷനിൽ പറഞ്ഞാലേ വരത്തില്ല. ഹായ് അല്ല ഇപ്പം അനക്കമില്ല, ചില സമയം സെറ്റിങ്സ് വരത്തില്ല. ഹായ് അല്ല സെറ്റിങ്സിലുള്ളപ്പം വന്ന് എനിക്ക് വന്ന് അതിൻ്റെ പവർ ബട്ടൺ എല്ലാം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചാണ്, അങ്ങനെ വന്നിരിക്കും. പിന്നെ അത് നമുക്ക് 144 Hz വരെ ഇതാക്കാന്ന് പറഞ്ഞാൽ ഹൈ റിഫ്രഷ് റേറ്റ് ആണ് അവിടെ. പിന്നെ സ്ക്രീൻ ടൈം ഔട്ട്, അത് ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ടാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു ടൈം ഉണ്ട്. ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യും, അതിനനുസരിച്ചാണ് സ്ക്രീനിൻ്റെ. പിന്നെ ഫോണ്ടും കാര്യങ്ങളും, ഇവർക്ക് സ്വന്തമായിട്ടൊരു ഫോണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പാക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, എനിക്ക് അതൊന്നും ഇഷ്ടമില്ല. പിന്നെ പോർട്രേറ്റ് ലോക്ക്, സ്ക്രീൻ റൊട്ടേഷൻ്റെ ആണത്. പിന്നെ ഫുൾ സ്ക്രീൻ ഫോർ ആപ്സ്, നമുക്ക് ഈ കട്ടൗട്ട് വേണ്ടുന്നതിന് വെക്കാൻ പറ്റും, പിന്നെ ഇല്ലാത്തതിന് നമുക്ക് ഫുൾ സ്ക്രീൻ ആയിട്ടും ഡിസ്പ്ലേ ആയിട്ടും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു സൈസിൻ്റെ കാര്യമൊക്കെ പറയാൻ നമ്മൾ 16 Pro Maxൻ്റെ ഒക്കെ പോലെയൊക്കെ തന്നെ ഉണ്ട്. പലരും ഒറ്റ നോട്ടത്തിൽ സ്ക്രീൻ കണ്ടിട്ട് എന്നോട് Pro Max എടുത്ത് അൾട്ര എടുത്തെന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡൈനാമിക് ആൻഡ് പോലെ ഇവിടെ നല്ല കോപ്പി അടിച്ച് ഈച്ച കോപ്പി പോലെ ഡൈനാമിക് പോർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്.
അത് നമുക്കിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. പല സിനാറിയോസിലും അത് വരും. നമുക്കിങ്ങനെ ഇങ്ങനെ ആക്കി ഹൈഡ് ചെയ്യാം, ഇങ്ങനെ ആക്കിയാൽ തിരിച്ചു വരും. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഗെയിം കളിക്കുമ്പോൾ ഹാപ്റ്റിക്സ് ഉണ്ട്, പക്ഷേ പബ്ജിയിൽ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഒരു അവസാനം ഇതിൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം പബ്ജിയിലോട്ടുള്ളത്. അത് സീക്രട്ടാണ്. ഇതിൻ്റെ ഡോൾബി എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് യൂസ് ചെയ്ത പോക്കോയിലെ ഡോൾബി എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടാനുസരണം എനിക്ക് സെറ്റ് ചെയ്യുന്നു. ഇത് ഇവർക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് അതിൽ കിടന്ന് കളിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സിലോട്ട് വരികയാണെങ്കിൽ ടോപ്പിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇവിടെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ ബോട്ടമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് സിം ട്രൈ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ടൈപ്പ് സി പോർട്ട്, ഇവിടെ നമുക്ക് മെയിൻ മൈക്ക് കാണാം, ഇവിടെ സ്പീക്കർ. പിന്നെ ഈ സൈഡിലോട്ട് ഒന്നുമില്ല. ഇവിടെ നമുക്ക് അറിയാമല്ലോ വോളിയം പവർ ബട്ടൺ, അത് പറയാൻ പറ്റുമോ, സോറി. പിന്നെ മൊബൈൽ ആൻറ്റി തെഫ്റ്റ്, ഇത് അടിപൊളി ഫീച്ചറാണ്. അതായത് നമുക്ക് അൺലോക്ക് ക്യാപ്ചർ, അതായത് നമ്മുടെ പാറ്റേൺ, ഇപ്പോൾ ഒരാൾ പാറ്റേണോ സംതിങ് എന്തായാലും ഫേസ് അൺലോക്കും ഫിംഗറും ആണല്ലോ നമ്മുടേതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അത് തെറ്റിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആരെങ്കിലും പാറ്റേണൊക്കെ അഴിക്കുമ്പോൾ വരുത്തുകയാണെങ്കിലോ, രണ്ടാമത്തെ വട്ടം തെറ്റിക്കുകയാണെങ്കിൽ അയാളുടെ ഫോട്ടോ ഇത് ക്യാപ്ചർ ചെയ്യും. രണ്ട് ലോക്ക് അയച്ചു കഴിയുമ്പോൾ നമ്മളെ റിമൈൻഡ് ചെയ്യും, നിങ്ങളുടെ ഫോൺ നേരത്തെ ആഡ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മളായാൽ പോലും, അതായത് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാലും നമ്മുടെ ഫോട്ടോ എടുത്തിരിക്കും, പക്ഷെ നമ്മൾ അറിയത്തില്ല. അത് അടിപൊളി ഒരു ഫീച്ചറൊക്കെയാണ്. പിന്നെ തെഫ്റ്റ് അലേർട്ട്, നമുക്ക് ഇത് ചാർജിങ്ങിൽ ഇട്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ ഫേസ് അൺലോക്കോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് വെച്ച് ഇത് അൺലോക്ക് ചെയ്തിട്ട് ഊരാതെ വന്ന് ഊരുവാണെങ്കിൽ, അതായത് ലോക്ക് അടിക്കാതെ ഊരുവാണെങ്കിൽ ഇത് കിടന്ന് ബഹളം ഉണ്ടാക്കും. അത് നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഒരു പബ്ലിക് ആയിട്ടുള്ള ഇടത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. പക്ഷെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇത് യൂസ് ചെയ്യൽ മുടിഞ്ഞ ബഹളമാണ് ഈ സാധനം, ഒരു സുഖമില്ല. പിന്നെ ഫൈൻ മൈ ഡിവൈസ് ഒക്കെ ഓണാക്കിട്ടെ, അതൊക്കെ ഓണാക്കിയിട്ട് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഫോണൊക്കെ പോകുന്നതും കിട്ടുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. സ്പെഷ്യൽ ഫംഗ്ഷൻ ഡൈനാമിക് പോർട്ട് അറിയാമല്ലോ, ഡൈനാമിക് ഐലൻഡ്. പിന്നെ ഫ്ലോട്ടിംഗ് ഉണ്ട്, നമുക്കൊരു ആപ്പ് ഇങ്ങനെ മിനിമൈസ് ചെയ്തൊക്കെ ഇടാൻ പറ്റും, അതിനെ എക്സ്പാൻഡ് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാൻ പരിപാടിയൊക്കെ. പിന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ, ആ സ്പ്ലിറ്റ് സ്ക്രീൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആപ്പിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ട് ആപ്പിനെ മിനിമൈസ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് ആപ്പിനെ യൂസ് ചെയ്യാം. പിന്നെ സ്മാർട്ട് പാനൽ, ആണ്ട് ഇതാണ് സ്മാർട്ട് പാനൽ. അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, എനിക്കത് എന്ത് ഓക്കെ സോറി ഇതെന്ത് സോറി അങ്ങനെ എഴുതില്ലേ, ഓക്കെ. പിന്നെ ഔട്ട്ഡോർ ബൂസ്റ്റർ, അതാണ് ഞാൻ പറയുന്നത്, എൻഹാൻസ് ബ്രൈറ്റ്നസ്, വോളിയം ആൻഡ് നെറ്റ്വർക്ക് ക്വാളിറ്റി വെൻ യൂസ്ഡ് ഔട്ട്ഡോർ. അത് ഞാൻ ഓണാക്കി ഇട്ടേക്കാണ്. പക്ഷേ ബാറ്ററി ഇച്ചിരി കൺസ്യൂം ചെയ്യുന്ന പറയുന്നത്. എനിക്ക് അത് ഫുൾ ടൈം ഓണാക്കി ഇട്ടിട്ടാണ് എനിക്ക് ആ ബാറ്ററി ബാക്കപ്പ് കിട്ടിയത്. ഞാൻ എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ആക്കിയിട്ടാണ് എനിക്ക് അത്രയും ആൾമോസ്റ്റ് 10 hour പ്ലസ് എനിക്ക് ഞാനിത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് എനിക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗെയിം മോഡ്, പിന്നെ കിഡ്സ് മോഡ്, നമുക്ക് ഒരു ആപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ അകത്തുനിന്ന് പിന്നെ അവർ പോകാൻ പറ്റത്തില്ല. പിന്നെ ആപ്പ് പിന്നെ ആക്ഷൻ ആൻഡ് ഗെസ്റ്റേഴ്സ്, നമുക്ക് ഈ ലോക്സ് സ്ക്രീൻ ലോക്കായി കിടക്കുമ്പോഴുള്ള ഗെസ്റ്ററും കാര്യങ്ങളൊക്കെ. പിന്നെ അക്സസിബിലിറ്റി, പീക്ക് പ്രൂഫ്, ഇതെന്ന് പറയുന്നത് നമുക്കിപ്പം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് കണ്ടോ, ഇപ്പോൾ ഇത്ര കാണാൻ പറ്റും. നമ്മളിപ്പോൾ വെളിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കിത് സെറ്റാക്കി വെക്കാം. കണ്ടോ, അങ്ങനെ, അതാണ് പീക്ക് പ്രൂഫ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ UI-യിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ബാക്കി എന്താ പറയുന്നത് ഉണ്ട്, റാം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇനി നിങ്ങളെ ക്യാമറ സാമ്പിൾസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇച്ചിരി നോയ്സി ആയിട്ടുള്ള ഇടത്താണ് നിൽക്കുന്നത്. അപ്പം ഈ കേൾക്കുന്നതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. അപ്പം ഇതാണ് നമ്മുടെ ടെക്നോ പോവോ 7 Proയുടെ ഇൻഡെപ്ത് ആയിട്ടുള്ള റിവ്യൂ ആൻഡ് അൺബോക്സിങ്.
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോൾ പറയാം. പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മേടിച്ചത് വേരിയന്റ് എന്ന് പറയുന്നത് 8GB 256 ആണ്. ഇത് EMI യിലാണ് ഞാൻ മേടിച്ചത്. എനിക്ക് ബാങ്ക് ഓഫർ അടക്കം ലോഞ്ചിന്റെ അന്ന് 19K എനിക്ക് കിട്ടിയത്, അതായത് 19,000 രൂപയ്ക്ക്. പിന്നെ 8GB 128 ഉണ്ട് മേടിക്കുക. അത് ഇപ്പം നിലവിലുള്ള വില അതിന് 19,000 സംതിങ് 18 or 19 ആണ് തോന്നുന്നു. ബട്ട് ലോഞ്ച് ഓഫറിന് അന്ന് അത് 17 കിട്ടുമായിരുന്നു. 17K 17,000 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ആൻഡ് ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിന്റെ വീഡിയോയിൽ നിന്ന് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മോട്ടോ ജി ഡബിൾ ടെക്.